ഇപ്പോൾ INL നേതാക്കൾ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം നേരത്തെ മത്സരിച്ച സീറ്റുകളിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ കൊടുക്കാൻ നിർവാഹമില്ലാത്ത ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ 2011 തെരഞ്ഞെടുപ്പിലും 2006 തെരഞ്ഞെടുപ്പിലും 3 സീറ്റുകളിലായിരുന്നു INL മത്സരിച്ചിരുന്നത്. 3 സീറ്റുകളിൽ തന്നെയാണ് ഇത്തവണയും INL മത്സരിക്കുന്നത്. അക്കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. വളരെ തൃപ്തികരമായിരുന്നു ചർച്ചയും മറ്റുള്ള കാര്യങ്ങളും. കാസർഗോഡ് അസംബ്ലി സീറ്റ്, കോഴിക്കോട് സൗത്ത്, മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് അസംബ്ലി മണ്ഡലം, ഈ 3 സീറ്റുകളിലാണ് പാർട്ടി മത്സരിക്കുന്നത്. മറ്റന്നാൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും തുടർന്ന് പാർലമെന്ററി ബോർഡും കോഴിക്കോട് യോഗം ചേർന്ന് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഇവിടെ LDF ഒന്നിച്ചാണ് സ്ഥാനാർത്ഥികളുടെ 140 മണ്ഡലങ്ങളിൽ ഒന്നിച്ചാണ് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. അതനുസരിച്ച് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഇങ്ങോട്ട് അയക്കും. കൂത്തുപറമ്പിന് പകരമായിട്ടാണ് കോഴിക്കോട് സൗത്ത് വിജയസാധ്യതയുള്ള സൗത്ത് മണ്ഡലം തന്നത്. തീർച്ചയായിട്ടും കോഴിക്കോട് സൗത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും വിജയസാധ്യതയുള്ള ഒരു സീറ്റാണ് കോഴിക്കോട് സൗത്ത്. INL 3 സീറ്റുകളിൽ മത്സരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാസർഗോഡ്, കോഴിക്കോട് സൗത്ത്, അതുപോലെ മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് INL മത്സരിക്കുന്നത്. കാര്യത്തിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ നാഷണൽ ലീഗിനായിരിക്കും പ്രഥമ പരിഗണന എന്നുള്ള കാര്യവും ഞങ്ങൾക്ക് ഈ ചർച്ചയിൽ ഉറപ്പ് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. ജയസാധ്യതയുള്ള സീറ്റുകളിൽ INL മത്സരിക്കുമെന്നാണ് പറയുന്നത്.